إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഇസ്ലാമിലെ ഒരു പൊതു തത്വമാണ് അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ തിന്മ വിരോധിക്കുക എന്നുള്ളതും. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സമൂഹം ഉണ്ടായിത്തീരട്ടെ. എങ്ങനെയുള്ള സമൂഹമാണ്? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, അതുപോലെ തന്നെ തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടായിത്തീരട്ടെ, നിങ്ങളിൽ ഉടലെടുക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നന്മ കൽപ്പിക്കുക എന്നുള്ളതും തിന്മ വിരോധിക്കുക എന്നുള്ളതും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വാക്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ പലപ്പോഴും തിന്മകൾ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ പലപ്പോഴും പല ആളുകളിൽ നിന്നും നസീഹത്തുകൾ കേൾക്കുന്നവരും സ്വീകരിക്കുന്നവരും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ കാണുന്ന പിഴവുകൾ, തെറ്റുകൾ, അതല്ലെങ്കിൽ സുന്നത്തിനോട് എതിരായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ തിരുത്തി കൊടുക്കുന്നവരും കൂടിയാണ്. അത്തരത്തിൽ തിരുത്തുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മനുഷ്യന് കൃത്യമായ ഒരു പാഠം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളൊരു സുന്നത്തിന് എതിരായ കാര്യം ചെയ്യുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിക്കൊണ്ടായിരിക്കണം നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളും കൂടി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ നമ്മളുടെ നസീഹത്തുകൾ, അതല്ലെങ്കിൽ നമ്മൾ തിരുത്തി കൊടുത്ത കാര്യം, നമ്മൾ തടഞ്ഞ കാര്യം, അതൊരു പക്ഷെ അദ്ദേഹത്തിന് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ പോലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണ് ഒരാളെ തിരുത്തുമ്പോൾ, ഒരാളെ ഒരു തിന്മയിൽ നിന്ന് തടയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏതൊരു മനുഷ്യനെ തിന്മയിൽ നിന്ന് തടയുകയാണെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളൊരാളുടെ തിന്മ തടയുകയാണെങ്കിൽ അത് അയാളോടുള്ള ഒരു ദേഷ്യം കൊണ്ടോ, അതല്ലെങ്കിൽ അയാളോടുള്ള ഒരു പക കൊണ്ടോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ ഒന്നും ആകരുത്.
അയാളെ വഷളാക്കാനോ അയാളുടെ അഭിമാനം ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അയാളെ വില കുറച്ച് കാണാനോ വേണ്ടി ഒന്നും ആകരുത്. നേരെ മറിച്ച് അയാൾ ഈ ചെയ്യുന്നത് ഒരു തിന്മയാണല്ലോ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ആ മനുഷ്യൻ ഇതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കല്ലോ. ഇത് ഞാൻ തിരുത്തി കൊടുത്താൽ അയാൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും, എനിക്കും അതിന്റെ ഒരു പ്രതിഫലം ലഭിക്കും എന്നുള്ള ഒരു നല്ല നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ തിരുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒരാളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കുക അതിന്റെ പ്രകടമായി കാണുന്ന മോടി കൊണ്ടല്ല, മറിച്ച് ഉള്ളിലുള്ള നിയ്യത്ത് അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിൽ നിന്നൊരു കർമ്മം സ്വീകരിക്കുക എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ പകരം വീട്ടാനോ ഓൻ എന്നെ വഷളാക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഓനോട് എനിക്ക് എന്തെങ്കിലും പകയുണ്ട്, ഈ അടിസ്ഥാനത്തിലാകരുത് ഏതൊരു മനുഷ്യനെ നമ്മൾ തിരുത്തുകയാണെങ്കിലും നമ്മൾ തിരുത്തേണ്ടത്. മറിച്ച് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഏതൊരു മനുഷ്യൻ്റെയും തിന്മയെ തെറ്റിനെ നമ്മൾ തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടത് എന്നാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നന്മ നമ്മൾ ആമുഖമായി കൊണ്ട് പറയണം. അയാൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലുള്ള ചില നന്മകളെങ്കിലും നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ പ്രസ്താവിക്കേണ്ടത് എന്താണ്? ആ നന്മകളെ കുറിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തിന്മയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സുന്നത്തിനോട് എതിരായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് അയാളെ ഉണർത്തണം എന്നാണ്. ഇന്നത് വലിയ സൈക്കോളജിയും മറ്റുമൊക്കെ ആയിക്കൊണ്ട് പല ആളുകളും അതൊക്കെ പറയാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബാക്കളെ, അവിടുത്തെ അനുചരന്മാരെ ഈ രൂപത്തിലായിരുന്നു തിരുത്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം രാത്രിയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ രാത്രിയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയെ തിരുത്തിയത് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് എത്ര നല്ലൊരു മനുഷ്യനാണ്, എത്ര നല്ലൊരു മനുഷ്യനാണ്. വലൗ കാന യുസല്ലി ബില്ലൈൽ, അദ്ദേഹം രാത്രിയും കൂടെ നമസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ രാത്രി നമസ്കാരത്തിലേക്ക് പ്രേരിപ്പിച്ചത്. നമുക്ക് അതിൻ്റെ ഷറഹിൽ, ഈ ഹദീസിൻ്റെ ഷറഹിൽ കാണാം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ജീവിതകാലം ഉടനീളം അദ്ദേഹത്തിന് രാത്രി നമസ്കാരം നിസ്കരിക്കാൻ അദ്ദേഹത്തിന് പ്രേരകമായ ഘടകം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രൂപത്തിലുള്ള ഈ ഉപദേശമായിരുന്നു എന്ന് ശാരിഹ്യങ്ങൾ വിശദീകരിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആരെ തിരുത്തുകയാണ് എങ്കിലും, ആരോടൊരു ഉപദേശം കൊടുക്കുകയാണ് എങ്കിലും, ആരോടൊരു തിന്മ വിരോധിക്കുകയാണ് എങ്കിലും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ആദ്യമായിക്കൊണ്ട് നമ്മൾ പറയണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ മക്കളിലും, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലും, നമ്മുടെ സഹപ്രവർത്തകരുടെ കൂട്ടത്തിലും, എല്ലാവരുടെ കൂട്ടത്തിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും എല്ലാ സമയത്തും തിന്മയാവില്ല ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവും. ആ നന്മ നമ്മൾ ആദ്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ നന്മ ആദ്യം പ്രസ്താവിച്ചുകൊണ്ട് പിന്നീട് ഈ തിന്മ പറയുമ്പോൾ ഇതും കൂടി നീ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന്. അതുപോലെ തന്നെ ഏതൊരു തിന്മ നമ്മൾ വിരോധിക്കുകയാണ് എങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നല്ല അഭിസംബോധനയായിരിക്കണമെന്നാണ്. നല്ല അഭിസംബോധനയോടുകൂടി ആയിരിക്കണം നമ്മൾ ആ മനുഷ്യന്മാരെ വിളിക്കേണ്ടത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് വിലയേറിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചത് എങ്ങനെയാണ്? യാ ബുനൈ, എൻ്റെ പൊന്നുമോനെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവ് ശിർക്ക് ചെയ്യുന്ന പിതാവാണ്. ആ പിതാവിനെ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു കുട്ടി ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് എങ്ങനെയാണ്? യാ ഗുലാം, എൻ്റെ പൊന്നുമോനെ. ഈ രൂപത്തിൽ നല്ല അഭിസംബോധനയോടുകൂടിയായിരിക്കണം. നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണോ ഒരാളെ വിളിക്കാൻ പറ്റുക, നല്ല രൂപത്തിൽ വിളിക്കാൻ പറ്റുക,
ആ രൂപത്തിൽ വിളിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ. നമ്മളൊരു തിന്മ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് കാണുമ്പോൾ അയാളോടുള്ള മുഴുവൻ ദേഷ്യവും നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിലും പ്രകടമാക്കിക്കൊണ്ട് ഒരു തിന്മ നമ്മൾ തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അയാളെ കുറവാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അയാൾ ആ തിന്മ തിരുത്താനല്ല ശ്രദ്ധിക്കും. ഒരു മുടി ക്രോപ്പ് ചെയ്ത് ഒരു കുട്ടി വന്നു, എന്താണ് എൻ്റെ തല ഇങ്ങനെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി അടുത്ത പ്രാവശ്യം വെട്ടുമ്പോഴും അങ്ങനെ തന്നെ കരം വെട്ടുക. നേരെ മറിച്ച് അയാളോട്, ആ കുട്ടിയോട് നല്ല രൂപത്തിലൊന്ന് അഭിസംബോധന ചെയ്ത് ഓൻ ചെയ്യുന്ന നന്മകളൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞ് ഇതും കൂടെ നീ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് തിരുത്താനുള്ളൊരു മനസ്സ് അവിടെ ഉണ്ടാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നമ്മൾ ഏതൊരാളെ തിരുത്തുകയാണെങ്കിലും അത് നമ്മുടെ കീഴിലുള്ള ആളാവട്ടെ, നമ്മുടെ സമപ്രായക്കാരാവട്ടെ, നമ്മുടെ സഹോദരന്മാരാവട്ടെ, ആരെ തിരുത്തുകയാണെങ്കിലും നല്ല രൂപത്തിലുള്ള അഭിസംബോധന ആദ്യം ഉണ്ടാകണം എന്നാണ്. അതില്ല എങ്കിൽ തിരുത്താൻ വലിയ പ്രയാസമായിരിക്കും. അത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കളോടും എല്ലായിടത്തും നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്, ഏത് തിന്മയാണോ നമ്മൾ തിരുത്തുന്നത് ആ തിന്മയുടെ ഗൗരവം നമ്മൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്കറിയാം, നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾക്ക് വല്ലാത്ത രോഷായി. എല്ലാവരും അദ്ദേഹത്തിനെതിരെ പുറപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊഹു, നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്കും, അദ്ദേഹത്തിന്റെ ഹാജത്ത്, അദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അടുത്തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെയ്ത തിന്മയുടെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന ഹാദിഹിൽ മസാജിദ ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വൽ ഖദർ. ഇങ്ങനെ മൂത്രമൊഴിക്കാനും ഇതുപോലെ തന്നെ വൃത്തികേടുകൾ കാണിക്കാനും പറ്റുന്ന ഒരു സ്ഥലമല്ല മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി അസ്സ വജല്ല വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ. ഇത് ഖുർആൻ ഓതാനും അതുപോലെ നമസ്കരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാനും മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ. അവിടെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാൻ. അയാളോട് ഗൗരവമായിട്ടോ അതല്ലെങ്കിൽ കടുപ്പിക്കുന്ന രൂപത്തിലോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അല്ലാഹു പറഞ്ഞത്, വലൗ കുൻത ഫല്ലൻ ഗലീളൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയെ, നിങ്ങളൊരു കഠിന ഹൃദയനും അതുപോലെ തന്നെ ഒരു പരുഷ സ്വഭാവിയും ഒക്കെ ആയിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ ചുറ്റിൽ നിന്നും അവർ എന്നേ ഒഴിഞ്ഞു പോയേനെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സൗമ്യതയാണ് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ആ രൂപത്തിൽ വളർത്തിയെടുക്കാൻ സഹായിച്ചത് എന്നാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ തെറ്റ് തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ്. അയാളെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ഇങ്ങനെ പറഞ്ഞ് ആ കുറ്റപ്പെടുത്തലുകളൊന്നും കൂടാതെ യഥാർത്ഥ രൂപത്തിൽ എന്താണോ അയാൾ ചെയ്യേണ്ടുന്നത് അത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫിർഔനിന്റെ അടുക്കിലേക്ക് പോകണം. ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. എന്താന്നിട്ട് പറയുന്നത്, ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ. അവൻ അങ്ങേയറ്റം അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ടോ ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, ഏറ്റവും സൗമ്യമായ ഭാഷയിൽ നിങ്ങൾ ഫിർഔനിനോട് സംസാരിക്കണം. എന്നിട്ടോ അള്ളാഹു പറഞ്ഞു, ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. അപ്പോഴേ അവൻ ചിന്തിക്കാനും അവൻ ഭയപ്പെടാനും ഒക്കെ കാരണമായി തീരണമെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ അവനോട് സംസാരിക്കണം എന്നാണ്. ഫിർഔൻ എന്ന് പറഞ്ഞ ആരാ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അത്രയും കുഫർ പറഞ്ഞ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്വീകരിക്കാൻ പറഞ്ഞൊരു മാർഗം ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, ഏറ്റവും സൗമ്യമായ ഭാഷയിലാണ് ഫിർഔനിനോട് പോലും ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയെ തടയാൻ വേണ്ടി പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ലയ്യനായ പദങ്ങൾ ഉപയോഗിക്കണം, ഏറ്റവും സൗമ്യമായ പദങ്ങൾ ഉപയോഗിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ദഅവാ മേഖലയിൽ മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു ഘടകമല്ല, മറിച്ച് നമ്മളുടെ കുടുംബകാര്യങ്ങളിലും നമ്മുടെ ബിസിനസ്സിന്റെ മേഖലകളിലും നമ്മുടെ കച്ചവടങ്ങളിലും എല്ലാ മേഖലയിലും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു ലൈനാണിത്.
നമ്മൾ ഏറ്റവും ലയ്യനായ ഏറ്റവും സൗമ്യമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത്, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ലയ്യനായ രൂപത്തിലാണ് എങ്കിൽ, ഏറ്റവും സൗമ്യമായ രൂപത്തിലാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ അതിൻ്റെ അസറുകൾ, അതിൻ്റെ സ്വാധീനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മളെ കാണുമ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ പോട്ടെ എന്ന രൂപത്തിൽ ആരെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജനങ്ങളിൽ ഏറ്റവും മോശമായ വ്യക്തി നമ്മളായിരിക്കുന്ന, ഏറ്റവും മോശമായ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഒരാളുടെ പ്രവൃത്തി കാരണത്താൽ, അയാളുടെ നാവ് കാരണത്താൽ ആരാണോ ജനങ്ങൾ ഒഴിവാക്കിയത്, ആ മനുഷ്യനാണ് ഏറ്റവും മോശമായ വ്യക്തി. അപ്പം നല്ല വാക്ക് പറയുക, ലയ്യനായ സൗമ്യമായ വാക്ക് പറയുക എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചര്യയും കൂടെയാണ്. അതുപോലെ തന്നെ ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ട് തിരുത്താതിരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഉണ്ടാവുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ ചെയ്ത തിന്മ, അയാൾ ചെയ്യേണ്ടുന്നതായ ഒരു കാര്യം അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് അത് അഭികാമ്യമായ കാര്യമല്ല. മഹാനായ ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ വഅള അഖാഹു സിർറൻ ഫഖദ് നസഹഹു വസാനഹു. ആരാണോ തൻ്റെ സഹോദരനെ രഹസ്യമായി വിളിച്ചുകൊണ്ട് അവൻ ഉപദേശങ്ങൾ കൊടുത്തത്, അവനെ നസീഹത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. അവൻ നസീഹത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരാൾ ഒരു തിന്മ ചെയ്തു, അല്ലെങ്കിൽ ഒരാളൊരു ഖിലാഫ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു സുന്നത്തിനോട് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യനാണല്ലോ അത് തിരുത്തേണ്ടത്. എല്ലാവരും അറിയേണ്ട കാര്യമല്ലല്ലോ. ആ മനുഷ്യൻ തിരുത്തേണ്ടതാണെങ്കിൽ ആ മനുഷ്യനെ രഹസ്യമായി വിളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപദേശങ്ങൾ കൊടുക്കേണ്ടത്. അദ്ദേഹം തന്നെ പറയാണ്, ഒമൻ വഅല അഖാഹു അലാനിയതൻ ഫഖദ് ഫളഹഹു വശാനഹു. ആരാണോ തൻ്റെ സഹോദരനെ പരസ്യമായി കൊണ്ട് മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ ആരാണോ നസീഹത്തുകൾ കൊടുക്കുന്നത്, അവനെ നസീഹത്ത് ചെയ്തിരിക്കല്ല, അവനെ വഷളാക്കിയിരിക്കുന്നു എന്നാണ് മഹാനായ ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരാളോട് ഒരു കാര്യം നമ്മൾ നസീഹത്ത് ചെയ്യുകയാണെങ്കിൽ, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, രഹസ്യമായി ആ മനുഷ്യനാണല്ലോ അത് തിരുത്തേണ്ടത്. ആ മനുഷ്യനോട് രഹസ്യമായി പറയുന്നതിൽ നമുക്ക് എന്ത് നഷ്ടമാണുള്ളത്? അതങ്ങനെ രഹസ്യമായി പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ആ പ്രവർത്തനത്തിൽ യാതൊരു ഇഖ്ലാസും ഇല്ല. ഒന്നെങ്കിൽ അവനോടുള്ള വല്ല ദേഷ്യം കാരണത്താലായിരിക്കും, അതല്ലെങ്കിൽ എനിക്കിതൊക്കെ അറിയാന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഗീറത്തുണ്ടെന്നുള്ള മറ്റുള്ളവർ കാണട്ടെ, ഈ രൂപത്തിലുള്ള പല കാരണങ്ങളായിരിക്കും, അല്ലെങ്കിൽ പല മുക്തകളായിരിക്കും, പ്രേരഘടകങ്ങളായിരിക്കും, അതിനൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് ആ മനുഷ്യനാണ് തിരുത്തേണ്ടതെങ്കിൽ അയാളോട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പരസ്യമായി കൊണ്ട് എന്ത് ചെയ്യരുത്, ഒരാളെയും തിരുത്തരുത്. പരസ്യമായി ഒരാളെയും ആക്ഷേപിക്കാനും ഒരാളെയും തിരുത്താനും ഒരാളോടും കൽപ്പിക്കാനും നമ്മൾ നിൽക്കരുത്. ഇനി ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കാറുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്ന ഒരു രൂപമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ ബാലു അഖ്വാമിൻ, ഇന്ന ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്, ഇന്ന ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്, യഫ്അലൂന കദാ വകദ, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ആ ആളുകളുടെ അവസ്ഥ എന്താണ്, ആരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മുമ്പിലും പറയൂല. ചെയ്ത ആൾ ചിലപ്പോൾ ആ സദസ്സിൽ തന്നെ ഉണ്ടാവും. ആ മനുഷ്യനെ തിരുത്താൻ അതൊരു കാരണമാവും. അപ്പൊ ആ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ മോശമാണ്, അവർ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കണം. ഒരാളുടെ അഭിമാനത്തിനും ക്ഷതമേൽപ്പിക്കാത്ത രൂപത്തിൽ അവരെ തിരുത്തിയ ഒരു നേതാവാണ്, അവരെ തിരുത്തിയ ഒരു അധ്യാപകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നേതാവിനെ, ആ ഒരു അധ്യാപകനെ അവിടുത്തെ അനുചരന്മാർ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ഒരിക്കലും മറക്കാതിരുന്നതും. അതുപോലെ തന്നെ അവരുടെ സംസാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇങ്ങനെ ഒരു അധ്യാപകനെ, ഇങ്ങനെ ഒരു നേതാവിനെ ഞങ്ങൾ ഇതുവരെ പരിചയിച്ചിട്ടില്ല എന്ന്. ആ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇർളിനെ, അവരുടെ അഭിമാനത്തെ സമ്പൂർണമായും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഏതൊരു കാര്യവും നസീഹത്ത് ചെയ്യുമ്പോൾ, ഏതൊരു കാര്യവും തിരുത്തി കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഒരു ഉസ്ലൂബ്, ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളും ആരെങ്കിലുമൊക്കെ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ നസീഹത്തുകൾ കൊടുക്കുകയാണെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരാളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും നസീഹത്ത് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ചില ആളുകളെങ്കിലും തീരുമാനിക്കും, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഒരു നസീഹത്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരാളെയും ഉപദേശിക്കാൻ നിൽക്കുന്നില്ല, ഒരാളോടും ഒരാളുടെ തിന്മയും ഞാൻ നിരോധിക്കാൻ നിൽക്കുന്നില്ല, അത് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല, ഞാൻ അതിനൊക്കെ മാറി നിന്ന് ഞാൻ എൻ്റെ കാര്യവും നോക്കിക്കൊണ്ട് പോവാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ മുൻഗാമികളായ ബനൂ ഇസ്രായേലുകാരുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അവർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒക്കെ നാവിലൂടെ ശപിക്കപ്പെട്ടവരാണ്. എന്തേ അവർ ശപിക്കപ്പെടാൻ കാരണമായി തീർന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വകാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവർ ചെയ്തിരുന്ന ആ തിന്മകൾ അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അവർ നിരോധിക്കാറുണ്ടായിരുന്നില്ല. അവർ പരസ്പരം അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മകൾ അവർ പരസ്പരം ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടവരായത്. എന്നിട്ട് അല്ലാഹു പറയാണ്, അവർ ചെയ്യുന്ന കാര്യം എത്ര മോശപ്പെട്ട കാര്യമാണ്, എത്ര മോശമായ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. ഈ ഒരു ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വൽ ഇജ്മാഉ മുൻഅഖദുൻ അലാ അന്ന അൻ-നഹ്യ അനിൽ മുൻകരി ഫർദുൻ ലിമൻ അതാഖഹ. സാധിക്കുന്ന ഒരു മനുഷ്യന് നഹ്യനുൽ മുൻകർ നടത്തൽ, തിന്മ വിരോധിക്കുക എന്നുള്ളത് ചെയ്യൽ അവന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ മാത്രമല്ല, സ്വന്തത്തിൽ യാതൊരു പ്രയാസം ഉണ്ടാകൂല, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് അതൊരു പ്രയാസം സൃഷ്ടിക്കൂല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അത് തടയൽ നിർബന്ധമാണ്. ഒരു തിന്മ കണ്ടു, അത് തടയാൻ നിന്നാൽ എനിക്കിൻ്റെ നഫ്സിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എങ്കിൽ അത് അവിടെ തടയുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെയും മുസ്ലിമിൻ്റെയും മേലിൽ നിർബന്ധമാണ് എന്ന് ഇജ്മാ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.